എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഏറ്റവും ഒരു പ്രധാന കൺസേൺ എല്ലാ കൊല്ലവും പ്രീമിയം കൂടുന്നു. അതായത് നാച്ചുറൽ ആണ്. 14% ഇൻഫ്ലേഷനിലാണ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം കൂടുന്നു എന്നുള്ള കൺസേൺ വളരെ അധികമാണ്. ഇപ്പൊ ഈ ഒരു കൺസേൺ അഡ്രസ് ചെയ്യാൻ നമുക്കുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇൻഷുറൻസ് പോളിസികൾ മേടിക്കുക എന്നുള്ളത്. അതായത് 100% വരെ റിന്യൂവൽ പ്രീമിയത്തിൽ വേവർ. അതായത് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നടക്കുക, 10,000 സ്റ്റെപ്സ് വെച്ചിട്ട് കമ്പനി പറയുന്ന ദിവസങ്ങൾ നടക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, 300 കലോറി ബേൺ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ 100% റിന്യൂവൽ പ്രീമിയം വേവർ. അതായത് മാക്സിമം എല്ലാ കമ്പനികളും ബാക്കി കമ്പനികളൊക്കെ 30% വേവർ ആണ് കൊടുക്കുന്നത്. ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമാണ് 100% ഹെൽത്ത് ഇൻഷുറൻസ് വേവർ. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ 30,000 രൂപ കൊല്ലം പ്രീമിയം അടയ്ക്കുന്ന ഒരു ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ രണ്ടുപേരും ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം പ്രീമിയം അടയ്ക്കേണ്ടതെന്ന് അർത്ഥം. ആ ഒരു ഫീച്ചർ വേറെ ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. ഫീച്ചറിന്റെ കൂടെ തന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ട എന്ന് മാത്രമല്ല നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എന്താണ് ഇതിന്റെ ടെക്നോളജി, എന്താണ്, എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു സ്ലൈഡിന്റെ സഹായത്തോടെ ഈ വീഡിയോയിൽ നോക്കാം. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഹെൽത്ത് റിട്ടേൺസിനെ കുറിച്ചുള്ള ഒരു സ്ലൈഡാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഒരു ദിവസം 10,000 സ്റ്റെപ്പ്, അതായത് 10,000 സ്റ്റെപ്പുകൾ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ഫിറ്റ് വെച്ചിട്ട് നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ 10,000 സ്റ്റെപ്പ് നടന്നാൽ ഒരു ആക്റ്റീവ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ 325 ആക്റ്റീവ് ഡേ, അതായത് 365 ദിവസമാണല്ലോ ഉള്ളത്. അതിൽ 325 ദിവസം ആക്റ്റീവ് ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് 100% ഹെൽത്ത് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട്. 100% ഹെൽത്ത് വേവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് കിട്ടുക. ഇനി നിങ്ങൾ 275 ദിവസമാണ് ഒരു വർഷത്തിൽ നിങ്ങൾ നടക്കുന്നതെങ്കിൽ 50%, ഒരു വർഷത്തിൽ നടക്കുന്നതിൽ 50% ഹെൽത്ത് റിട്ടേൺ കിട്ടും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ മാസവും അറ്റ്ലീസ്റ്റ് നിങ്ങൾ 13 ദിവസമെങ്കിലും നിങ്ങൾ ഹെൽത്ത് ആക്റ്റീവ് ഡേ വേണം. ഒരു മാസം നിങ്ങൾ 13 ദിവസം ആക്റ്റീവ് ഡേ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30% ഹെൽത്ത് റിട്ടേൺ ആ മാസത്തെ കിട്ടും. അപ്പോൾ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരു 30% ഹെൽത്ത് റിട്ടേൺ കിട്ടണമെങ്കിൽ നിങ്ങൾ മാസം 13 ദിവസത്തെ ആക്റ്റീവ് ഡേ മാത്രം മതി. ഇങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങുന്നത്. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് 300 കലോറി നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് വെച്ചിട്ട് ജിമ്മിൽ ബേൺ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ തുടങ്ങേണ്ടത് വെച്ചാൽ, നിങ്ങൾ ആക്റ്റീവ് ഹെൽത്ത് എന്ന ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദിത്യ ബിർളയുടെ ആക്റ്റീവ് ഹെൽത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോളിസി എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആദിത്യ ബിർളയുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ആക്റ്റീവ് ഹെൽത്ത് ആപ്പിൽ ഒരു ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ വരും. അതിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത സ്ലൈഡുകൾ നോക്കാം. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ഹെൽത്ത് ആപ്പിനെ ഗൂഗിൾ ഫിറ്റുമായി കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും വെച്ചിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, അതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദിത്യ ബിർളയുടെ ഹെൽത്ത് റിട്ടേൺ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ പോളിസി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആക്റ്റീവ് ഹെൽത്ത് ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് ചെയ്യുകയാണ് വേണ്ടത്. മുൻപൊക്കെ ഒരു കൊല്ലം മുന്നേ, 2 കൊല്ലം മുന്നേ വരെയൊക്കെ നമ്മൾ അടുത്തുള്ള ലാബുകളിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഹെൽത്ത് അസസ്മെന്റ്. പക്ഷെ ഇപ്പോൾ ടെക്നോളജി, എഐയുടെ വികസനം കാരണം ഇപ്പോൾ നമുക്ക് ലാബുകളിൽ പോകണ്ട, ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് ചെയ്യാം. ഇതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല ലാബുകളുടെയും പല ക്വാളിറ്റി ഡിഫറൻസ് കാരണം കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പിന്നെ കോവിഡിന്റെ സമയത്ത് ലാബുകളിൽ പോകാൻ തന്നെ കസ്റ്റമേഴ്സിന് മടിയായിരുന്നു. അതിനൊക്കെ ബദലായിട്ട് ഇപ്പോൾ ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹെൽത്ത് അസസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. മുന്നേയൊക്കെ നമ്മൾ ലാബിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ 10-15 ദിവസം പോകും. കാരണം 365 ദിവസത്തിൽ 325 ദിവസം കിട്ടണമായിരുന്നല്ലോ. അപ്പൊ അതൊരു ടഫ്നെസ് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് റിട്ടേണിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു 4-5 സ്ലൈഡുകൾ നമുക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ ഹെൽത്ത് റിട്ടേൺ എന്ന പദ്ധതിയുടെ ഒരു പർപ്പസ് നോക്കാം. ഇത് ആദ്യം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഹെൽത്ത് അറിയുക, നോ യുവർ ഹെൽത്ത് എന്നുള്ളതാണ് ആദ്യത്തെ. അതായത് ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് അതിന് വേണ്ടിയിട്ടാണ്. കസ്റ്റമേഴ്സിന്റെ ഹെൽത്ത് കണ്ടീഷൻ അറിയുക. അതിനുശേഷം ആക്റ്റീവ് ഡേയ്സ്, ഓരോ ദിവസവും 10,000 സ്റ്റെപ്പ് നടക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും.
കസ്റ്റമേഴ്സിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് ഹെൽത്തി ആവും, കമ്പനിക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ കമ്പനി ക്ലെയിം പെർസെന്റേജ് കുറയും, രണ്ടുപേർക്കും വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അതിനുശേഷം ഇയർ എൻഡ് വരുമ്പോൾ നമ്മുടെ റിന്യൂവൽ ടൈം വരുമ്പോൾ എത്രയാണോ നമുക്ക് 30% ആണെങ്കിൽ അത്രയും ഹെൽത്ത് റിട്ടേൺ, അതായത് അത് കുറച്ചിട്ടുള്ള പ്രീമിയം അടച്ചാൽ മതി. 50 ആണെങ്കിൽ 50, 100 ആണെങ്കിൽ 100, അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ രണ്ടുപേർക്കുമുള്ള ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഇത്. ഇതൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഹെൽത്ത് റിട്ടേണിന്റെ ആദിത്യ ബിർള പറയുന്ന പർപ്പസസ്. ഇത് എന്തിനാണ് ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് എന്നുള്ളതിനാണ്. ഇതൊരു AI ബേസ്ഡ് ടൂളാണ്. വളരെ ഒരു നമ്മുടെ ലാബിൽ പോയി ചെക്ക് ചെയ്യുന്ന അതേ പെർഫെക്ഷനോ അതോ അതിൽ കൂടുതലോ പെർഫെക്ഷനോടുള്ള ടൂളാണ്. എല്ലായിടും ലോകത്തിൽ മുഴുവൻ ഇത് അക്രഡിറ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ്. ആ ദിവസം തന്നെ നമ്മുടെ പോളിസി ഇഷ്യൂ ആവുന്ന ദിവസം തന്നെ നമുക്ക് ഇത് ചെയ്യാം. ഹെൽത്ത് ജേണിക്ക് നമ്മുടെ 320, ഞാൻ നേരത്തെ പറഞ്ഞു 365 ദിവസത്തിൽ 325 ദിവസം നമ്മൾ 100 ആക്റ്റീവ് ഡേ വേണം. അപ്പോൾ ഡേ 1 തന്നെ തുടങ്ങാം. മുന്നേ ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ലാബിലൊക്കെ പോയി അപ്പോയിന്റ്മെന്റ് എടുത്തൊക്കെ ചെയ്യുമ്പോഴും 15-30 ദിവസം മിസ്സാവുമായിരുന്നു. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു സിസ്റ്റത്തിന് കിട്ടിയ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ് ആണ്. സെൻട്രൽ ഡ്രഗ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ലൈസൻസ് ലഭ്യമാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഇതുപോലെ ടെസ്റ്റുകൾ ചെയ്യുന്നതിന്റെ, അതിന്റെ ലൈസൻസ് ലഭ്യമാണ്. അതുപോലെ തന്നെ USFDA, അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇതിന്റെ ഓർഗനൈസേഷൻ ആണ്. അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹിപ്പ കംപ്ലൈന്റ് ആണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ അവൈറ്റ് ചെയ്യുകയാണ്. അത് യൂറോപ്യൻ യൂണിയന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഇത്രയും എല്ലാ ലോകത്തിലും മുഴുവനും ഇന്ത്യയിലും എല്ലാ സർട്ടിഫിക്കേഷനും ലഭ്യമായ ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഒരു ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ, ഇത് RPPG, റിമോട്ട് ഫോട്ടോ പ്ലെത്തിസ്മോഗ്രാഫി എന്ന ഒരു ടെക്നിക്കാണ്. നോൺ കോണ്ടാക്ട് വീഡിയോ ബേസ്ഡ് ടെക്നിക്കാണ്. ഇത് നമ്മുടെ ക്യാമറ, അതായത് ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് നമ്മൾ നമ്മുടെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആവുന്നു, നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ റെസ്പിറേഷൻ റേറ്റ്, നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ബോഡി മാസ് ഇൻഡെക്സ്, HbA1c ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമ്മുടെ ബ്ലഡ് ഫ്ലോ, അതായത് നമ്മുടെ സ്കിന്നിൽ നിന്നും കിട്ടുന്ന തരംഗങ്ങൾ വഴി ഇതാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബ്ലഡ് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് നല്ലൊരു ആക്യുറേറ്റ് റിസൾട്ട് ഇതിൽ കിട്ടാൻ സാധിക്കും. ഇത് ന്യൂ ബിസിനസ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മൾ ആദിത്യ ബിർളയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, അപ്പം ആക്റ്റീവ് 1 മാക്സോ അല്ലെങ്കിൽ പ്ലാറ്റിനം എടുത്തു കഴിഞ്ഞാൽ, ആ പ്ലാനുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ബിസിനസ്സിലോ റിന്യൂവലിലോ പോർട്ട്, വേറെ കമ്പനിയിൽ നിന്ന് പോർട്ട് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്കിത് എടുത്തതിന് ശേഷം നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു ഹെൽത്ത് റിട്ടേൺ എന്നുള്ള ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും സെപ്പറേറ്റ് മൊബൈൽ നമ്പർ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഏതൊക്കെയാണോ, ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ 2 നമ്പർ, ആ നമ്പർ വെച്ചിട്ടാണ് അവരവരുടെ മൊബൈലിൽ ഇത് സ്കാനിങ് നടക്കുന്നത്. അത് മാത്രമാണ്. ഇനി എങ്ങനെയാണ് കസ്റ്റമർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് പോളിസി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ആപ്പ്, ആക്റ്റീവ് ഹെൽത്ത് ആപ്പ് എന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ആ ആപ്പില്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ, അതായത് ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. അതിനുശേഷം ഫേസ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അതിൽ പെർസെന്റേജ് ഇങ്ങനെ കാണിക്കും. 100% ആയി കഴിഞ്ഞാൽ നമ്മുടെ 3 ടൈപ്പ് ഹെൽത്ത് നമ്മുടെ കാണിക്കും. അതായത് നമ്മൾ പെർഫെക്റ്റ്ലി ഹെൽത്തി ആണെങ്കിൽ ഗ്രീൻ കാണിക്കും, നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആവശ്യമാണെങ്കിൽ ആംബറും, കുറച്ചും കൂടി വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ആവശ്യമാണെങ്കിൽ റെഡ് എന്നുള്ള റിസൾട്ട് കാണിക്കും. അത് ഈ ഫേസ് സ്കാൻ കഴിഞ്ഞിട്ട് 30 മിനിറ്റ് തൊട്ട് 60 മിനിറ്റ്, 1 മണിക്കൂറിനുള്ളിൽ അത് നമ്മുടെ ആപ്പിൽ വരും. അതിനുശേഷം നമുക്ക് ആക്റ്റീവ് ഡേ നമുക്ക് ആരംഭിക്കാം. ഇത് താഴെ കാണിച്ച പോലെയാണ് ഈ ഫേസ് സ്കാനിന്റെ ഒരു വരിക. 0%, നമ്മളിങ്ങനെ 100% ആയി കഴിഞ്ഞാൽ ഫുൾ ടിക്ക് വന്നിട്ട് 100% കാണിക്കും. അപ്പോൾ സിമ്പിൾ ജേണിയാണ്, ആർക്കും സാധിക്കും. അത് നിങ്ങൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഇതിൽ കാണുന്ന നമ്പറിൽ തുടക്കത്തിലും അവസാനം, ഇനി അടുത്ത സ്ലൈഡിൽ എന്റെ നമ്പർ കാണിക്കും, അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഡിജിറ്റൽ ഹെൽത്ത് അസസ്മെന്റ് വർഷത്തിൽ 1 തവണ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈവ് ഇമേജ് ആണ് എടുക്കുന്നത്. അപ്പൊ അത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഡാറ്റാബേസിൽ അത് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതായിരിക്കും, അത്ര സെക്യൂർ ഡാറ്റാബേസ് സൂക്ഷിക്കുന്നതായിരിക്കും.
ഹെൽത്ത് സ്കോർ ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷം അത് തന്നെയായിരിക്കും സ്കോർ, അവിടെ മാറ്റം വരുന്നതല്ല. ആൻഡ്രോയിഡും iOS രണ്ട് പ്ലാറ്റ്ഫോംസിലും ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കീ ഫാക്ട്സ്. ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് റിട്ടേൺസ് 100% ഹെൽത്ത് റിട്ടേൺസ് തരുന്ന ഫീച്ചറിനെ കുറിച്ചുള്ള വീഡിയോ, അതായത് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫീച്ചറുള്ള ആദിത്യ ബിർളയുടെ പ്ലാൻ എടുക്കാനോ അല്ലെങ്കിൽ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാനും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.